നമസ്കാരം, ഞാൻ റോസ്മേരി ആൻ്റണി, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്. ഒരു ട്രെൻഡായിട്ടുള്ള എന്നാൽ പലപ്പോഴും പലവരും തിരിച്ചറിയാത്ത ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വൺ സൈഡഡ് റിലേഷൻഷിപ്പ്. നിങ്ങളൊരു വൺ സൈഡഡ് റിലേഷൻഷിപ്പിലാണോ? അത് നമുക്ക് തിരിച്ചറിയാം. ഇതൊരു ട്രെൻഡായിട്ട് മാറിയിരിക്കുകയാണ്. പലപ്പോഴും റിലേഷൻഷിപ്പിൽ നമ്മുടെ ഒരു അഡ്വാൻറ്റേജ് എടുക്കുകയും എന്നാൽ ഒരാൾ മാത്രം റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുക, അതിൻ്റെ ബെനിഫിറ്റ് മുഴുവനും വേറൊരു വ്യക്തി അനുഭവിക്കുന്നുണ്ട് എങ്കിൽ പോലും അയാൾ ഈ റിലേഷൻഷിപ്പിൽ കമ്മിറ്റഡേ ആവില്ല. അപ്പോൾ നമ്മളൊരു വൺ സൈഡഡ് റിലേഷൻഷിപ്പിലാണോ എന്ന് നമുക്കിന്ന് ചെക്ക് ചെയ്യാം. ബന്ധങ്ങൾ നിലനിർത്തുന്നതിന് ഒരു മ്യൂച്വൽ എഫേർട്സ് ആവശ്യമാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ചില വ്യക്തികളെങ്കിലും ബന്ധങ്ങളിൽ ആവശ്യമായ ഒരു സപ്പോർട്ടോ ഹെൽപ്പോ ടൈമോ പാർട്ട്ണറിൽ നിന്ന് ലഭിക്കാത്തത് കൊണ്ടിട്ട് ജീവിതത്തിൽ ഒരു ഇംബാലൻസ് എക്സ്പീരിയൻസ് ചെയ്യാറുണ്ട്. ഇങ്ങനെയുള്ള ബന്ധം നിലനിർത്തിക്കൊണ്ട് പോകുന്നതിന് ഒരാൾ കൂടുതലായിട്ട് എഫേർട്ട് എടുക്കുകയും നിലനിർത്തിക്കൊണ്ട് പോവാനായിട്ട് ഒരാൾ മാത്രം എനർജിയും ടൈമും ഇൻവെസ്റ്റ് ചെയ്യുന്നതായിട്ട് കണ്ടുവരുന്ന ഒരവസ്ഥയിലേക്ക് പോവാറുണ്ട്. മാത്രമല്ല, ഇത് ഒരാൾ സ്വീകരിക്കുന്നതിനേക്കാൾ കൂടുതൽ കൊടുക്കേണ്ടി വരികയും മറ്റൊരാൾ മാത്രം എല്ലാം സ്വീകരിക്കുന്നത് കൊണ്ട് ബന്ധങ്ങളിൽ കൂടുതൽ ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യുകയും ചെയ്യാറുണ്ട്. ഗ്രാജുവലി ബന്ധങ്ങൾ അവസാനിപ്പിക്കേണ്ടതായും വരാറുണ്ട്. അപ്പോൾ ബന്ധം സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വ്യക്തി മാത്രം എഫേർട്ടും എനർജിയും ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത്തരം ബന്ധങ്ങളെ നമുക്ക് വൺ സൈഡഡ് റിലേഷൻഷിപ്പ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. In one-sided relationship, one person giving more, investing more and doing more, but other person just sitting and enjoying. പങ്കാളിയിൽ നിന്ന് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുവാൻ യാതൊരു വിധത്തിലുള്ള സപ്പോർട്ടോ ലഭിക്കാതെ വരുമ്പോൾ വ്യക്തികൾ വളരെയധികം തളർന്നു പോവുകയും ഇതൊരു ലോൺലിനെസ്സിലേക്ക് അവരെ എത്തിക്കുകയും ചെയ്യും. ഇത് അവരെ മാനസികമായിട്ടുള്ളൊരു വല്ലാത്തൊരു സമ്മർദ്ദത്തിലേക്ക് കൊണ്ടുപോവുകയും ആൻസൈറ്റി ഇഷ്യൂസും അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ആൻസൈറ്റിയും ഡിപ്രഷനിലേക്കും ഒക്കെ എത്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാറുണ്ട്. മാത്രമല്ല, ക്ലിനിക്കലിൽ നമ്മൾ ഒരുപാട് വ്യക്തികളെ അങ്ങനെ ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലേക്ക് റിലേഷൻഷിപ്പാണോ, അവർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നോ, സ്നേഹമായിരുന്നോ എന്നൊന്നും അറിയാത്തൊരവസ്ഥയിലേക്ക് പോകുന്നതും കണ്ടുവരാറുണ്ട്. സ്നേഹിക്കാനും സപ്പോർട്ട് ചെയ്യാനും ആരുമില്ല എന്ന ചിന്തയിൽ റിജക്റ്റഡ് ഫീലിങ്സും ആയി ഇങ്ങനെയുള്ളവർ ജീവിക്കേണ്ടി വരുന്ന ഒരവസ്ഥയിൽ നമ്മൾ നിരന്തരം കാണുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്താറുണ്ട്. അപ്പോൾ സയൻസ് ഓഫ് വൺ സൈഡഡ് റിലേഷൻഷിപ്പ്, ലാക്ക് ഓഫ് എ ഡീപ്പ് ആൻഡ് മീനിങ് കണക്ഷൻ ബിറ്റ്വീൻ പാർട്ട്നേഴ്സ്. അതായത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു മീനിങ് ആയിട്ടുള്ള ഡീപ്പ് കണക്ഷൻ്റെ അഭാവം ഇതിലുണ്ടാവും. ഫീലിംഗ് എക്സോസ്റ്റഡ് ബൈ ദ റിലേഷൻഷിപ്പ് ഫിസിക്കലി ആൻഡ് മെൻ്റലി. ഒരുപാട് ഡിമാൻഡ് ചെയ്യുന്നത് കൊണ്ട് വൺ സൈഡ് റിലേഷൻഷിപ്പ് ഒരു വ്യക്തിയെ വല്ലാതെ തളർത്തുന്നു. കാരണം ആ വ്യക്തി മാത്രമായിരിക്കും ഒരുപാട് ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്തത്, ഇനിഷ്യേറ്റ് എ വാസ്റ്റ് മെജോറിറ്റി ഓഫ് ദ ആക്ടിവിറ്റീസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. എപ്പോഴും എല്ലാ കാര്യങ്ങളും ഇനിഷ്യേറ്റീവ് ചെയ്യുന്നതും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും എപ്പോഴും ഈ വ്യക്തി തന്നെയായിരിക്കും. ഒരുമിച്ചെടുക്കേണ്ട എല്ലാ പ്രധാനപ്പെട്ട ഡിസിഷൻസും എല്ലാ കാര്യങ്ങളും ഈ ഒരു വ്യക്തി മാത്രമായിട്ടായിരിക്കും എടുക്കുന്നതും തീരുമാനങ്ങളും പറയുന്നതും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും. ഏതെങ്കിലും ഒരു കോൺഫ്ലിക്ട്സ് ഉണ്ടായാൽ ഇതിനകത്തുള്ള ഒരു പങ്കാളി ഒരിക്കൽ പോലും അവരുടെ മിസ്റ്റേക്സിൻ്റെയോ അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിന് പരിഹാരം ഒരാൾ മാത്രം എടുക്കുകയോ ഒന്നും ഉണ്ടാവില്ല. എപ്പോഴും ആ ഇനിഷ്യേറ്റീവ് എടുക്കുന്ന വ്യക്തി മാത്രം അപ്പോളജൈസ് ചെയ്യുന്നതിലൂടെയോ അല്ലെങ്കിൽ എപ്പോഴും സോറി പറയേണ്ട ഒരു അവസ്ഥ ഒരു വ്യക്തിയുടെ മാത്രം എഫേർട്ടും ടൈമും എനർജിയിലും സസ്റ്റെയിൻ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് പോവാറുണ്ട്. അത് സാക്രിഫൈസ് എവറിത്തിങ് ടു മേക്ക് അതർ പേഴ്സൺ ഹാപ്പി. ഒരു വ്യക്തിയുടെ ബേസിക് ഹ്യൂമൻ റൈറ്റ്സ് പോലും തിരിച്ചറിയാതെ മറ്റൊരു വ്യക്തിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നൊരവസ്ഥ. എന്നാൽ ആ മറ്റൊരു വ്യക്തി ഈ വ്യക്തിയുടെ അവസ്ഥ മനസ്സിലാക്കുകയോ അല്ലെങ്കിൽ ആ കൊടുക്കുന്നതിനുള്ളൊരു റെസ്പെക്റ്റ് പോലും തിരിച്ചറിയാതെ അല്ലെങ്കിൽ അത് കൊടുക്കാതെ ഇരിക്കുന്ന ഒരവസ്ഥ. ഇറ്റ് കൺഫ്യൂസസ് ദറ്റ് അതർ പേഴ്സൺ. അപ്പോൾ കോംപ്രമൈസിന് തയ്യാറാകാതെ പാർട്ട്ണറിനെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാം സാക്രിഫൈസ് ചെയ്യുന്ന ഒരവസ്ഥ. ഇതിൽ ഒരു കമ്മ്യൂണിക്കേഷൻ തീരെ കുറവായിരിക്കും. എന്നാൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവും. എന്നാൽ അവർ തമ്മിൽ മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എപ്പോഴും മീറ്റ് ചെയ്യുന്നുണ്ടാവും. ഒരു ഇംബാലൻസ്ഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ കോൺട്രിബ്യൂഷൻസ് ഉണ്ടാവും. പങ്കാളിയുടെ ബിഹേവിയറിനെ ജസ്റ്റിഫൈ ചെയ്യാനായിട്ട് ഒരുപാട്
എക്സ്ക്യൂസസ് തന്നെ അവർ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതായിട്ട് വരാറുണ്ട്. ഫീലിംഗ് ഇൻസെക്യൂർ ഇൻ ദ റിലേഷൻഷിപ്പ്. എന്നാൽ ആ റിലേഷൻഷിപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എപ്പോഴും ഉണ്ട്, എന്നാൽ ഇല്ലേന്ന് ചോദിച്ചാൽ ആ റിലേഷൻഷിപ്പ് ഇല്ല. അവരുടെ പാസ്റ്റ് എക്സ്പീരിയൻസസ്, മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ്, ഇൻസെക്യൂരിറ്റീസ്, പുവർ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് തുടങ്ങിയ ഇത്തരം കാരണങ്ങൾ കൊണ്ട് തന്നെ റിലേഷൻഷിപ്പിൻ്റെ ഒരു വൺ സൈഡഡ് ആകാം. നമ്മുടെ നീഡ്സ് പാർട്ട്ണറിനോട് തുറന്നു പറഞ്ഞും ബിഹേവിയറിൽ അനിവാര്യമായ ചേഞ്ചസ് കൊണ്ടുവന്നും, അല്ലെങ്കിൽ നമ്മൾക്ക് നഷ്ടപ്പെടുന്ന നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചിട്ടും, നമ്മൾ പോകുന്ന കൺഫ്യൂഷൻ സ്റ്റേറ്റിനെ കുറിച്ചിട്ടും, ആ മാനസിക സമ്മർദ്ദം നമ്മുടെ പാർട്ട്ണറിനോട് തുറന്നു പറഞ്ഞ് നമ്മുടെ അവസ്ഥ ബോധിപ്പിക്കാൻ നമ്മൾക്ക് സാധിച്ചില്ല എങ്കിൽ നമ്മൾ മാനസികമായിട്ട് തളരുകയും സീരിയസ് ആയിട്ടുള്ള മെൻ്റൽ ഇൽനെസ്സിലേക്ക് പോകാൻ സാധ്യതകൾ വളരെ കൂടുതലാണ്. അല്ലെങ്കിൽ നിങ്ങൾക്കിത് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് സീക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിനോട് തുറന്ന് പറയാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.